നെടുമ്പാശ്ശേരിയിൽ യുവാവിന്റെ മരണം കൊലപാതകമെന്ന ആരോപണം. കഴിഞ്ഞ രാത്രിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ചാണ് അങ്കമാലി സ്വദേശിയായ ഐവിൻ ജിജോ മരിച്ചത്. ഇടിച്ച കാർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ CISF ഉദ്യോഗസ്ഥന്റേതാണ്. കാർ യുവാവുമായി റോഡിലൂടെ വലിച്ചിഴച്ചു എന്ന ദൃക്സാക്ഷി. 2 CISF ഉദ്യോഗസ്ഥരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഈ അപകടം എന്ന് കരുതിയിരുന്നു, അത് കൊലപാതകമാണെന്നൊരു ആരോപണം ഇപ്പോൾ വരികയാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് കൊലപാതകമാണ് എന്ന് പറയാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ രാത്രി 11 മണിക്ക് നായത്തോട് വെച്ചാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഈ യുവാവും അതോടൊപ്പം തന്നെ ഈ CISF ഉദ്യോഗസ്ഥനും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിരുന്നു. റോഡിൽ വാഹനത്തിൻ്റെ സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വാക്കുതർക്കം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. ഇതിനെ തുടർന്ന് യുവാവ് കാറിൻ്റെ മുന്നിൽ കയറി നിൽക്കുകയും മുന്നിൽ കയറുന്ന യുവാവിനെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് ഈ കാർ കടന്നു കളയുകയുമായിരുന്നു. ഏകദേശം നല്ലൊരു ദൂരം തന്നെ ഈ യുവാവ് ഈ കാറിൻ്റെ ബോണറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാരും ദൃക്സാക്ഷികളായിട്ടുള്ള ആൾക്കാർ പറയുന്നത്. ഇതിനുശേഷം ഈ കാർ ഓടിച്ച് പോവുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച യുവാവ് മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൊണ്ടുവരുമ്പോൾ തന്നെ യുവാവിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് CISF ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാറും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ കാർ ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ പോലീസ് അതിവേഗം എടുത്തു മാറ്റുകയാണ് ഉണ്ടായത്. പക്ഷേ കാറിൻ്റെ ദൃശ്യം നമുക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. KL 39R6115 എന്നാണ് ഈ കാറ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇപ്പോൾ ഈ സ്റ്റേഷനിൽ നിന്ന് ഈ കാറ് മാറ്റിയിരിക്കുകയാണ്. അത് എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല. സ്റ്റേഷന് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ട യുവാവ് എന്ന് പറയുന്നത് അങ്കമാലി സ്വദേശിയാണ്. വിമാനങ്ങളിലേക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ഇയാൾ. 24 വയസ്സ് മാത്രമാണ് പ്രായം. ഇവർ തമ്മിൽ മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കേണ്ടി വരും. ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം ആ സമയത്തുണ്ടായ ചില തർക്കങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിന് കാരണം എന്നതാണ് പറയുന്നത്. അതിദാരുണമായിട്ട് തന്നെയാണ് ഈ CISF ഉദ്യോഗസ്ഥൻ പെരുമാറിയത് എന്നുള്ളതാണ് അവിടെയുള്ളവർ പറയുന്നത്. അതായത് ഈ വാക്കുതർക്കം ഉണ്ടാവുകയും അതിനുശേഷം ഈ യുവാവിനെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് വളരെ ദൂരം മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ആ ഇടിയുടെ ആഘാതത്തിലും അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു നിഷ്ഠൂരമായ കൊലപാതകത്തിലേക്ക് നയിക്കുക കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ഗുരുതരമായതാണ്. പോലീസ് എന്താണ് ഇതേപ്പറ്റി പറയുന്നത്? ഈ വാഹനം എടുത്തു മാറ്റിയതിനെ പറ്റി നമ്മൾ ചോദിച്ചിരുന്നോ അവരോട്? നമ്മൾ വന്നിട്ട് ഈ വാഹനമാണോ എന്ന് ചോദിച്ചിരുന്നു. നമ്മുടെ ആദ്യം തന്നെ ഈ വാഹനത്തിൻ്റെ ദൃശ്യം ലഭിച്ചിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ തന്നെയുള്ള വാഹനത്തിൻ്റെ ദൃശ്യം ലഭിച്ചിരുന്നു. അപ്പോൾ ആ വാഹനത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെന്നപ്പോൾ വളരെ പെട്ടെന്ന് വാഹനം പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് ഓടിച്ച് പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അത് എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല. എന്തായാലും അക്കാര്യത്തിലൊരു വിശദീകരണം കൂടി പോലീസ് നൽകുമെന്ന് കരുതുന്നു. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ തന്നെ ഈ വാഹനം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ഇത് സംബന്ധിച്ച് CISF ഉദ്യോഗസ്ഥരെ പ്രതികളാക്കി കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. തുടർ നടപടികൾ എന്താണെന്ന് നീ അറിയേണ്ടതുണ്ട്. കാരണം ഇത് കൊലപാതകം ആണെന്നുള്ളതാണ് വീട്ടുകാരുടെ ആരോപണം. പ്രദേശത്തുള്ളവരും അത്തരത്തിലാണ് പറയുന്നത്. സാധാരണ പോലെ ഒരു ആക്സിഡൻ്റ് അല്ല, അത് ബോധപൂർവം ഉണ്ടാക്കിയ അപകടമാണെന്നുള്ളതാണ് പറയുന്നത്. ഈ വാക്കുതർക്കത്തെ തുടർന്ന് ബോധപൂർവം യുവാവിനെ ഇടിച്ചു തെറിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് കൊലപാതകത്തിനാണ് കേസെടുക്കേണ്ടത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള നിയമ നടപടികളുമായിട്ട് സ്റ്റേഷൻ നടപടികൾ എടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. പക്ഷേ അക്കാര്യത്തിലൊക്കെ ഒരു വിശദീകരണം ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. മേലുദ്യോഗസ്ഥർ DYSP ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എന്തായാലും 24 വയസ്സുള്ള ഒരു യുവാവിനാണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇയാൾ എന്ന മരിച്ച ചെറുപ്പക്കാരൻ എവിടെ നിന്ന് വരികയായിരുന്നു, എന്ത് ചെയ്യുകയാണ്, വ്യക്തി വിവരങ്ങൾ മറ്റെന്തൊക്കെയാണ് അരുൺ? ഇയാൾ അങ്കമാലി സ്വദേശിയാണെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ സംഭവം നടന്ന സമീപത്തെ ഒരു ഗ്രൗണ്ടിൽ കളിച്ചതിന് ശേഷം പുറത്തേക്ക് വന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വാക്കുതർക്കം ഉണ്ടായത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനി വ്യക്തമാകേണ്ടതുണ്ട്. നമുക്കിതൊക്കെ പറയുന്നത് പ്രാഥമികമായി ലഭിക്കുന്ന വിവരമാണ്. അങ്ങനെ ഈ കളി കഴിഞ്ഞ് ഗ്രൗണ്ടിന് പുറത്തേക്ക് വരുമ്പോൾ ഇവർ തമ്മിൽ എന്തോ വാഹനത്തിൻ്റെ സൈഡ് കൊടുക്കുന്നതോ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഉണ്ടാകുന്നു. ആ തർക്കം ഉണ്ടായതിനു ശേഷം യുവാവ് ഈ വാഹനത്തിന് മുന്നിൽ കയറി നിന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷമാണ് ഈ യുവാവിനെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് വാഹനം മുന്നോട്ടെടുത്തപ്പോൾ ഈ യുവാവ് കാറിൻ്റെ ബോണറ്റിലുണ്ടായിരുന്നു. ആ ബോണറ്റിലുള്ള യുവാവിനെ വഹിച്ചുകൊണ്ട് കാർ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം ആണ് യുവാവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ കൊണ്ടുവന്നപ്പോഴേക്കും ഇയാളുടെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നത്. ശരി അരുൺ.